റിച്ച് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനും റിച്ച് മൈൻഡ് സെറ്റ് വികസിപ്പിക്കുന്നതിനും ആവശ്യത്തിന് പണം വന്നു ചേരുന്നതിനും ഏതായാലും ഇപ്പോൾ വരുന്നതിനേക്കാളും കൂടുതൽ വൻതോതിൽ പണം വന്നു ചേരുന്നതിനും ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാകട്ടെ, ഇപ്പോൾ നല്ല രീതിയിൽ പണം വന്നു ചേരുന്നവരാകട്ടെ, ബിസിനസ് ചെയ്യുന്നവരാകട്ടെ, സ്വയം തൊഴിലാകട്ടെ, വർക്ക് ഫ്രം ഹോം ആവട്ടെ, എന്ത് തന്നെ ആകട്ടെ, ജോബ് ചെയ്യുന്നവരാകട്ടെ, ഏത് തന്നെ ആകട്ടെ, നിങ്ങളുടെ വരുമാന മാർഗം, വരുമാന സ്രോതസ് ഇപ്പോൾ വരുന്നതിനേക്കാളും കൂടുതൽ പണം വരുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു സിമ്പിൾ ബട്ട് പവർഫുൾ ടെക്നിക്ക്. അതായത് അങ്ങനെ പറയുമ്പോൾ പലരും ചിന്തിക്കും അതെങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത്. നോക്കൂ, മണി മേക്കിംഗ്, ധനസമ്പാദനം എന്നുള്ളത് ഒരു സൈക്കോളജിക്കൽ ഗെയിമാണ്, ഒരു മെൻ്റൽ ഗെയിമാണ്, അതൊരു മാനസിക ഗെയിമാണ്, ശാരീരിക ഗെയിം അല്ല. അങ്ങനെയെങ്കിൽ തന്നെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക്, നമ്മുടെ മൈൻഡിലേക്ക് നാം കൊടുക്കുന്ന പണത്തെക്കുറിച്ചുള്ള നാം കൊടുക്കുന്ന പ്രയോറിറ്റി, നാം കൊടുക്കുന്ന ആ മുൻഗണന, നാം കൊടുക്കുന്ന ആ തീവ്രത അനുസരിച്ച് തന്നെയാണ് ബ്രെയിൻ എന്ന ഹാർഡ്വെയർ അല്ലെങ്കിൽ മൈൻഡ് ഏത് രീതിയിൽ കണക്കാക്കിയാലും നമ്മിലെ പണം നേടുന്ന ആ ശേഷി എന്ന് കരുതിയാൽ മതി. ആ ശേഷി നമുക്കായി പണം കൂടുതൽ നേടിത്തരുന്നത് ആ ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ആകുമ്പോഴാണ്, വികസിക്കുമ്പോഴാണ്. അതിൻ്റെ സിമ്പിൾ ടെക്നിക്കാണ്. അത് ഒരുപക്ഷെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ചിന്തിക്കുക, വേണമെങ്കിൽ എടുക്കുക, വേണ്ടാത്തൊരു തള്ളിക്കളയുക, അത്രയല്ലേ പറയാൻ കഴിയുള്ളൂ. കാരണം ഓവർ സയന്റിഫിക് ടെമ്പർ നോക്കുന്നവർക്ക് അതിൻ്റെ പൂർണ്ണമായ സയൻസ് ഒന്നും വെളിപ്പെടുത്താനുള്ള സമയം നമുക്കില്ല. ഏതായാലും നമ്മുടെ മൈൻഡിലേക്ക് ആ ഒരു ശരിയായ തോട്ട് പ്രോസസ്, ധനത്തെക്കുറിച്ചുള്ള ഒരു സീരിയസ് തോട്ട് പ്രോസസ് കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സിമ്പിളായി പറയാൻ കഴിയുന്ന സൈക്കോളജിക്കൽ ബേസ് അല്ലെങ്കിൽ സയന്റിഫിക് ബേസ്. ഒന്നുമില്ല, സമയം കിട്ടുമ്പോൾ കുറച്ച് കറൻസി, ഒരു 10ൻ്റെ നോട്ടുകളോ, തീർത്തും സാധിക്കില്ലെങ്കിൽ ഒരു 10ൻ്റെ നോട്ടുകളോ അല്ലെങ്കിൽ ഒരു 100ൻ്റെ നോട്ടുകളോ കൈവശം കരുതിയിട്ട് ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ ജസ്റ്റ് വെറുതെ ഇരുന്ന് എണ്ണുക. നിങ്ങൾക്ക് മാർവാടികളുടെ ഷോപ്പിലോ മറ്റോ ഒക്കെ പോയാൽ ആ മുതിർന്നൊരു മാർവാടിയൊക്കെയാണ് അവിടെ. ഇപ്പം കേരളത്തിലുണ്ടല്ലോ, കൊച്ചിയിലും തൃശ്ശൂരും ഒക്കെ മാർക്കറ്റുകളിലൊക്കെ മാർവാടി കടകളിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും. ആ മാർവാടിയുടെ ആ മുതിർന്ന മനുഷ്യനാണ് ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹം വെറുതെ ഇരുന്ന് പണം എണ്ണുന്നുണ്ടാവും. വെറുതെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു ആവശ്യക്കാരന് കൊടുക്കാൻ വേണ്ടിയല്ല, അത് എണ്ണും. ഒരു കസ്റ്റമർ വരുമ്പോൾ വീണ്ടും അത് താഴേക്ക് വയ്ക്കും, ആ കസ്റ്റമറുടെ ക്യാഷ് ഡീൽ ചെയ്യും. ക്യാഷ് ആണെങ്കിൽ കേട്ടോ, ഡിജിറ്റൽ കറൻസികളുടെ കാര്യമല്ല ഇപ്പോൾ പറയുന്നത്, കറൻസി ആണെന്നുണ്ടെങ്കിൽ. കാരണം ഇപ്പോഴത്തെ ഈ മേജർ കറൻസി പേപ്പർ കറൻസി തന്നെയാണല്ലോ. ഇനി ഡിജിറ്റൽ കറൻസി വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരും. അപ്പോൾ ആ രീതിയിൽ അത് റെസ്പെക്റ്റോടെ കൈകാര്യം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് പണം ഒന്ന് വെറുതെ ഇരുന്നൊന്ന് എണ്ണുക, ഒരു 2-3 മിനിറ്റ്. വീണ്ടും 10 വരെയാണ് എണ്ണുന്നതെങ്കിൽ വീണ്ടും 11 തുടങ്ങാം. വീണ്ടും എത്രയാണോ അവിടെ അവസാനിപ്പിച്ച് അധികം തുടങ്ങുക, 20, 21, 22, 23, 24, വീണ്ടും അത് 30, 31, 32, 33, 34, 35, മനസ്സിൽ 36, 37, 38. അതായത് ആ പണം അൺലിമിറ്റഡ് ആയിട്ട് എണ്ണിക്കൊണ്ടേ പോവുക, ഒരു 2-3 മിനിറ്റ്. അതിനുശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1, 2, 3, അല്ലെങ്കിൽ 5, 10 എങ്ങനെയാണ് നിങ്ങൾ എണ്ണുക, ആ രീതിയിൽ എണ്ണി തുടങ്ങാൻ പറ്റും. ഒന്നുകൂടി ജസ്റ്റ് കാണിച്ചാൽ, ജസ്റ്റ് ഒന്നുമില്ല, മനസ്സിൽ ജസ്റ്റ് പണം കുറച്ചു നേരം കൗണ്ട് ചെയ്യുക. നിങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇത് മാർവാടികളൊക്കെ ഒരൊറ്റ മാർവാടി പോലും ദരിദ്രനില്ല എന്നുള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്, ഓർക്കാവുന്നതാണ്. ഒരൊറ്റ മാർവാടി പോലും ലോകത്ത് ദരിദ്രനില്ല എന്ന് ഓർക്കുക. അതുപോലെ ഒരൊറ്റ പാഴ്സി പോലും ലോകത്ത് ദരിദ്രനില്ല എന്ന് ഓർക്കുക. അറേബ്യൻ പെനിൻസുലയിലൊക്കെ ചില അറബ് കമ്മ്യൂണിറ്റികൾ ഒരൊറ്റ ദരിദ്രൻ പോലുമില്ല എന്ന് ഓർക്കുക. അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന ചില മണി ടെക്നിക്കുകളാണ്, പാരമ്പര്യമായി ചെയ്യുന്ന ചില ടെക്നിക്കുകളാണ്. ഏതായാലും ഇത് ആർക്കും അനുവർത്തിക്കാവുന്നതേ ഉള്ളൂ. സിനിമാ മേഖലയിലും ബിസിനസ് മേഖലയിലുമൊക്കെ ഈ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ ഒരു ടെക്നിക്ക് ചെയ്ത് ഇപ്പോൾ വൻ തോതിൽ പണം സമ്പാദിക്കുന്ന പല ആളുകളെയും എനിക്ക് നേരിട്ട് അറിയുന്നവരുമുണ്ട് എന്നും ഈ അവസരത്തിൽ അറിയിക്കുന്നു. എന്നാൽ ജസ്റ്റ് സമയം കിട്ടുമ്പോഴൊക്കെ, ആരും കാണേണ്ടതില്ല, ആരും അറിയേണ്ടതില്ല, പ്രൈവറ്റ് ആയിട്ടിരുന്നിട്ട് സമയം കിട്ടുമ്പോൾ ദിവസത്തിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് സമയം കണ്ടെത്തി പണം കൗണ്ട് ചെയ്യുക. അത് സമയം ഒരു 5 മിനിറ്റ് സമയം കൊടുക്കാൻ കഴിയുമെങ്കിൽ, ഇപ്പം ഈ ആകെ 10 കറൻസിയാണ് നമ്മുടെ കൈവശമുള്ളത്, അത് 50 വരെ എണ്ണി കഴിയുമ്പോൾ വീണ്ടും 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70 ആ രീതിയിൽ നിങ്ങൾക്ക് 100 വരെയോ 200 വരെയോ നിങ്ങൾക്ക് എണ്ണം. 100 വരെ എണ്ണതിന് ശേഷം വീണ്ടും 1 നിന്ന് ആരംഭിക്കുക. 100 ആണല്ലോ ഒരു കെട്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് നേരിട്ടറിയുന്ന പല ആളുകളുമുണ്ട്, വളരെ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ചുറ്റുപാടിൽ ജനിച്ചതിന് ശേഷം ഇത്തരം ചില രീതികൾ അറിഞ്ഞ് ഈ ഒരു ടെക്നിക്ക് തന്നെ നിരന്തരം അനുവർത്തിക്കുകയും വലിയ നിലയിൽ വൻ
ബിസിനസ്സുകൾ ചെയ്ത് വലിയ നിലയിൽ ജീവിക്കുന്ന ആളുകൾ എനിക്കറിയാം. നോക്കൂ, ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും പണം ഉണ്ടാകുന്നില്ല, ജോലി ചെയ്യുന്ന എല്ലാവർക്കും പണം ഉണ്ടാകുന്നില്ല, സ്വയം തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും പണം ഉണ്ടാകുന്നില്ല. എന്തെങ്കിലുമൊക്കെ മണി മൈൻഡ് സെറ്റ് ടെക്നിക്കുകൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നവർ തന്നെയാണ് പണം ഉണ്ടാക്കുന്നത് എന്നുള്ളതും സ്വന്തം യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ചിന്തിക്കുക. ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ്. 10 പൈസ മുടക്കില്ലാതെ ഒരു 10 രൂപയുടെയെങ്കിലും ഒരു 10 നോട്ട് കൊണ്ടുവന്ന് വയ്ക്കുക വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിലോ, അതല്ലെങ്കിൽ 100 രൂപയുടെയെങ്കിലും ഒരു 10 നോട്ടുകൾ കൊണ്ടുവന്ന് വയ്ക്കുക. അത് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഒരു ദിവസം മിസ്സായാലും കുഴപ്പമില്ല, വീണ്ടും അത് കൊണ്ടുവന്ന് വെച്ചിട്ട് അത് ചെയ്തു തുടങ്ങുക. ജസ്റ്റ് പരീക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ചെയ്തു നോക്കൂ. ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം അനുഭവിച്ചറിയൂ.